നിരവധി കളവ് കേസുകളിലെ പ്രതികളായ 2 പേരെ മൊബൈൽ മോഷണ കേസിൽ റെയിൽവേ SI അനിൽ മാത്യുവും സംഘവും പിടികൂടി. നിലമ്പൂർ വഴിക്കടവ് കോലത്ത് പറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള നിഷാദ്, ഇദ്ദേഹത്തിന്റെ കൂട്ടാളി മലപ്പുറം കരുവാരക്കുണ്ട് പുന്നക്കാട് വിളയിൽ വീട്ടിൽ 33 വയസ്സുള്ള രാജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 30-ാം തീയതി രാത്രി കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ആദിത്യ എന്ന പെൺകുട്ടിയുടെ ബാഗ് മോഷ്ടിക്കുകയും ഇതിലുണ്ടായിരുന്ന വില കൂടിയ മൊബൈലും മറ്റു വസ്തുക്കളും മോഷ്ടിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു. ഇവരുടെ പരാതിയെ തുടർന്ന് ഷൊർണൂർ RPF ഷൊർണൂർ റെയിൽവേ പോലീസും പരിശോധിച്ചതിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്നും വില കൂടിയ 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. ഒന്ന് ഈ പെൺകുട്ടിയുടേതും വേറൊരു ഫോൺ കണ്ണൂർ സ്വദേശി ശ്രീജേഷ് എന്ന വ്യക്തിയുടെയും ആണെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. പിടികൂടിയ പ്രതികൾ നിരവധി സ്റ്റേഷനുകളിൽ MDMA അടക്കം കടത്തിയ കേസിലും കളവു കേസുകളിലും പ്രതികളാണെന്ന് SI പറഞ്ഞു. പിടികൂടിയ സംഘത്തിനൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരായ C. സുമേഷ്, മഗ്നീഷ്, രതീഷ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാത്രി 12-ക്ക് ഷൊർണൂരിൽ എത്തിച്ചേർന്ന അന്ത്യോദയ എക്സ്പ്രസിൽ ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, മുളന്തുരുത്തി സ്വദേശിയായ ആദിത്യ എന്ന പെൺകുട്ടി കാസർഗോഡ് നിന്ന് എറണാകുളത്ത് യാത്ര ചെയ്യുമ്പോൾ ഷൊർണൂർ വെച്ച് അവരുടെ ബാഗ് നഷ്ടപ്പെട്ടു. ആ ബാഗിൽ ഒരു 15,000 രൂപ വിലപിടിപ്പുള്ളൊരു ഫോണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണം നടത്തി വരവെ ഉദ്ദേശം 2 മണിയോടെ സംശയകരമായ സാഹചര്യത്തിൽ നമുക്ക് 2 ആൾക്കാരെ കിട്ടി. ആ 2 ആളുടെ വേറെ വേർഡ്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പല കളവ് കേസുകളിലും പ്രതിയായിട്ടുള്ളതാണ്. ഒരാൾ അതിൽ MDMA കേസിലും പ്രതിയായിട്ടൊന്നും മനസ്സിലായി. അവരുടെ കയ്യിൽ നിന്ന് 2 ഫോണുകളാണ് നമുക്ക് കിട്ടിയത്. അത് 2ഉം ലോക്ക് അഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫോണാണ്. അപ്പോൾ ആ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫോണ് അവർ ഇവിടുന്ന് എടുത്ത ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫോൺ തന്നെയായിരുന്നു. രണ്ടാമത്തെ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനിൽ മദ്യപിച്ച് കിടന്നിരുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത ഒരു ഫോണാണ്. അങ്ങനെ 2 കളവ് കേസുകൾ നമ്മൾ ഷൊർണൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രതിയായ 1-ാം പ്രതിയായ നിഷാബിന് മൊത്തം 5 കേസുകളാണ്. 5-ലൊരു MDMA കേസും അതിലൊരു 3.5 കൊല്ലത്തോളം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചു. രാജുവിനാണെങ്കിൽ മൊത്തം 4 കേസ് ഉണ്ട്, അതിൽ 2 കളവ് കേസുകളാണ്. ഈ കളവ് കേസിന് പുറമെ നമ്മളൊരു സെക്ഷൻ BNS 313 കൂടി ഈ കേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പരമാവധി 7 കൊല്ലം വരെ അതിന് ശിക്ഷ കിട്ടും. അതായത് മുൻ ശിക്ഷക്കാർ അല്ലെങ്കിൽ മുൻ കുറ്റവാളികൾ കവർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ഒരു സ്ഥലത്ത് 2 പേരും ഒന്നിച്ചു കൂടുകയാണെങ്കിൽ ആ സെക്ഷൻ കൂടി ചേർത്താണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുക. VCV ന്യൂസ് ഷൊർണൂർ. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾക്ക് ഇനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം. കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ.